ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലേസറസ് എന്ന് പറയുന്ന ഒരു കിടിലൻ ആനിമി സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ്. ആനിമി എക്സ്പ്ലനേഷനിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു ആനിമി സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. പിന്നെ നിങ്ങൾ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കേൾക്കുന്നത് ഒരാളുടെ വോയിസ് ഓവറാണ്. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു നമ്മുടെ ഈ ഒരു ഭൂമിയുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അതൊരു വാണിംഗ് പോലും തരാതെ ആരും പോലും ചിന്തിക്കാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, 4 വർഷം മുന്നേ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഡോക്ടർ സ്കിന്നർ. ആ ഒരു വ്യക്തിയാണെങ്കിൽ അത്ഭുതകരമായ ഒരു പെയിൻ കില്ലർ ഉണ്ടാക്കുകയാണ്. അതിന് അയാൾ ഇട്ട പേരായിരുന്നു ഹാപ്ന. പിന്നെ ഈ ഒരു ഹാപ്ന എന്ന് പറയുന്ന പെയിൻ കില്ലർ ആണെങ്കിൽ വളരെയധികം ചീപ്പുമായിരുന്നു. പിന്നെ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ വേൾഡിലെ എല്ലാ ആൾക്കാരും പെയിൻ വരുമ്പോൾ ഈ ഒരു പെയിൻ കില്ലർ കഴിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു ഹാപ്ന എന്ന് പറയുന്ന പെയിൻ കില്ലർ ആണെങ്കിൽ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന രീതിയിലായി. ഈ ഒരു ഹാപ്ന ആണെങ്കിൽ എല്ലാ സഫറിങ്ങിൽ നിന്നും അവരെ ഫ്രീ ആക്കുമായിരുന്നു. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കിന്നർ ആണെങ്കിൽ അയാളുടെ പൊടി പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ മാഞ്ഞുപോയി. അങ്ങനെ കാലം പോകെ ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി ഈ ഒരു ഹാപ്ന എന്ന് പറയുന്നത് ഒരു ട്രാപ്പായിരുന്നു. ശേഷം ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കാറിൽ ഒരാളെ വെയിറ്റ് ചെയ്യുന്നത് പോലെയായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു പ്രിസൺ ആണ് കാണിക്കുന്നത്. അവിടേക്ക് ഹേർഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഹേർഷ് എന്ന് പറയുന്ന വ്യക്തി കാണാമെന്ന ആ ഒരു വ്യക്തിയുടെ പേരാണ് അലക്സ് ഗിൽബർട്ടോ. ഇവനാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടർ. നമ്മളെ മച്ചാനെ പറ്റി പറയാനാണെങ്കിൽ ഇവൻ വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഒരുമാതിരി ജാക്കി ചാൻ്റെ പോലത്തെ കഴിവുകളാണ് ഇവനുള്ളത്. അങ്ങനെ ഒരു ഹേർഷ് എന്ന് പറയുന്ന വ്യക്തിയോട് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അവനെ ഫ്രീ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ തീർക്കാനും പറയുന്നുണ്ട്. ഇതേ സമയം നമ്മളെ അലക്സിനാണെങ്കിൽ ഈ ഒരു ഹേർഷ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് കൂടി അറിയില്ല. അത് ഹേർഷ് എന്ന വ്യക്തിയോട് തന്നെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഹേർഷ് പറയുന്നുണ്ട്, ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കറിയാത്ത ആരെങ്കിലും എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതൊന്നല്ലെങ്കിൽ ഒരു ലോയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹിറ്റ്മാൻ ആയിരിക്കും എന്ന് അലക്സ് ഹേർഷിനോട് പറയാണ്. അപ്പൊ ഹേർഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ രണ്ടുമാണെന്ന് കരുതാം. എന്നിട്ട് ഹേർഷ് അവരെ സ്വന്തമായി ഇൻട്രൊഡ്യൂസ് കൊടുക്കുന്നു. ഞാനിവിടെ വന്നത് നിന്നോടൊരു കാര്യം ചോദിക്കാനാണ്. പിന്നെ നീ അതിനെങ്ങനെ ഉത്തരം നൽകുന്നോ അതിനനുസരിച്ച് എനിക്ക് നിന്നെ ഫ്രീ ആക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ അലക്സ് ആണെങ്കിൽ ഒന്ന് കളിയാക്കുന്ന പോലെ, അതിന് നിങ്ങൾക്ക് ഞാൻ എത്ര വർഷമാണ് ഈ ജയിലിൽ കിടക്കേണ്ടതെന്നെങ്കിലും പോലും അറിയോ? 888 വർഷം. കൂടാതെ എനിക്ക് നിന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. നിന്റെ പേര്, നാട്, എന്തിനേറെ പറയുന്നു, നിന്റെ ഷൂ സൈസ് വരെ അറിയാം. അപ്പോൾ നമ്മൾ അലക്സ് ആണെങ്കിൽ ഒന്ന് ഇംപ്രസ് ആവുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹേർഷ് ആണെങ്കിൽ ഡോക്ടർ സ്കിന്നറിന്റെ ഒരു സ്പീച്ച് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ സ്കിന്നർ ആ ഒരു സ്പീച്ചിൽ പറയുന്നത്, നിങ്ങൾക്ക് ഹാപ്ന തന്നതിന് ശേഷം ഒരു പെയിനും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഓൾറെഡി ഡെഡ് ആയ പോലെയാണ്. ഡോക്ടർ സ്കിന്നർ ഈ ഒരു സ്പീച്ചിൽ തന്നെ പറയുന്നുണ്ട്, ഹ്യൂമൻ റേസ് ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ ഒരു പെയിൻ കില്ലറിന്റെ രൂപത്തിൽ ഒരു ഡ്രഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഡ്രഗ് 3 വർഷത്തിന് ശേഷം മാത്രമേ നമ്മളെ ബോഡിയിൽ വർക്കാകുകയുള്ളൂ. എനിക്കൊരു ഗോഡിനെ പോലെ ആക്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇനിയുള്ള 30 ദിവസം കഴിഞ്ഞാൽ ആദ്യം ഹാപ്പിനെ കഴിച്ചവരൊക്കെ മരിച്ചു പോകും. നിങ്ങൾക്ക് 30 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്യൂർ ഉണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അയാൾക്ക് ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ സാധിക്കും. ശേഷം ഒരു ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. ആ ഒരു ക്ലാസ് റൂമിലെ ഒരു കുട്ടിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, സർ, ഇന്ന് ഞാൻ വീട്ടിൽ പോവുകയാണ്. പക്ഷേ ഇന്ന് പോയിട്ട് ഞാൻ ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. കാരണം ഇനി സ്കൂളിൽ വന്നിട്ട് എന്താണ് കാര്യം? അത് കാരണമാണ് ഞാൻ ഇനി സ്കൂളിലോട്ട് വരാത്തത് എന്നും പറഞ്ഞ് ആ ഒരു സീനോടെ കട്ടാവാണ്. ശേഷം ഹേർഷിൻ്റെയും അലക്സിൻ്റെയും സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഹേർഷ് പറയാണ്, നീ ഇത് കേട്ടല്ലോ. നിന്നെ ഞാൻ കാണണം എന്ന് പറഞ്ഞത് നീ എനിക്ക് ഡോക്ടർ സ്കിന്നറിനെ കണ്ടുപിടിച്ചരും എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ നിന്നെ ഈ ഒരു പ്രിസന്റെ പുറത്തെത്തിക്കാം. ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പോലീസ് ഓഫീസർ വന്നിട്ട് പറയുന്നത്, ഓക്കെ, ടൈം കഴിഞ്ഞു, ഇനി വാ പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അലക്സ് ഹേർഷിനോട് പറയാണ്, നിനക്ക് എന്നെ പറ്റി എല്ലാതും അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്ക് ജയിൽ ചാടുന്ന ഒരു ശീലമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ അലക്സ് ആണെങ്കിൽ പോലീസ് ഓഫീസറിനെ ഒന്ന് പുഷ് ചെയ്യാണ്. അത് കാരണം തന്നെ നമ്മളെ പോലീസ് ഓഫീസർ ആണെങ്കിൽ തൻ്റെ കയ്യിലാണ് തോക്ക് ഉപയോഗിച്ച് അലക്സിനെ ത്രെറ്റൻ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അലക്സ് ആണെങ്കിൽ ഈസിയായി തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എന്നിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പോലീസ് ഓഫീസറിന്റെ ആ ഒരു കയ്യിലുണ്ടായിരുന്ന തോക്ക് അത് നമ്മളെ അലക്സ് തട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്ന ഹേർഷ് എന്ന ലേഡിയെ ഹോസ്റ്റേജ് ആക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ള 2 പോലീസുകാരും കാണുന്നുണ്ടായിരുന്നു. അവരോട് നമ്മളെ അലക്സ് പറയാണ്, 2 പേരും തോക്കെടുത്ത് വെച്ചിട്ട് എൻ്റെ ഹാൻഡ് കഫ് റിമൂവ് ചെയ്യ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ഹോസ്റ്റേജിനെ ഒന്നും തന്നെ കാട്ടില്ല. അങ്ങനെ പോലീസ് ഓഫീസറും അതുപോലെ ചെയ്യുന്നുണ്ട്.
നല്ല അനുസരണമുള്ള പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ അലക്സ് ആണെങ്കിൽ ഒരു നിമിഷം പോലും അവിടെ വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. അവനാണെങ്കിൽ ഈ ഒരു പ്രിസനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാം. അത് കാരണം തന്നെ അവൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണെങ്കിൽ അവന് നേരെ കുറെ പോലീസ് ഓഫീസർ വരുന്നുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ കുറെ പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ അവൻ സാഹസികമായി രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ അവസാനം അവനൊരു ടണൽ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു ടണലിന്റെ മുന്നിൽ എത്തിയപ്പോൾ അവനൊരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യുന്നില്ല. അവൻ നേരത്തെ അടിച്ചു മാറ്റിയ ഒരു പോലീസ് ഓഫീസറിന്റെ ആ ഒരു കണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ടണലിനെതിരെ വെടിയുതിർക്കുകയും എന്നിട്ട് അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം ഫസ്റ്റ് കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡഗ്ലസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു കോൾ വരികയാണ്. അവൻ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വായോ എന്ന് നമ്മളെ നേരത്തെ കണ്ട ഹേഴ്ഷ് എന്ന് പറഞ്ഞ ലേഡിയാണ് വിളിച്ചത്. സോ അവൻ കാർ എടുത്ത് പോകുന്നുണ്ട്. ശേഷം നേരത്തെ സ്കൂളിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ പോയ ആ ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. അവന്റെ ഒപ്പം ക്രിസ് എന്ന് പറയുന്ന ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ് ആണെങ്കിൽ ആ ഒരു ചെക്കനോട് ചോദിക്കുകയാണ്, നീ ഇന്ന് നല്ല ഹാപ്പി മൂഡിലാണല്ലോ, അതിനെന്താ കാരണം? ഈ ലോകം അവസാനിക്കാൻ പോകുന്നത് നിനക്ക് അത്ര വലിയ സന്തോഷം നൽകുന്നുണ്ടോ? അപ്പൊ അവൻ പറയാണ്, അത് കാരണമൊന്നുമില്ല, ഈ ഒരു ഹാപ്പിന്റെ കാരണം ഇനി സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സന്തോഷിക്കുന്നത്. അത് കേട്ട ക്രിസ് ആണെങ്കിൽ അവനെ വർക്ക് പറയുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഹേഴ്ഷിനെയും ഡഗ്ലസിനെയും ആണ്. നേരത്തെ ഡഗ്ലസ് വിളിക്കാൻ പോയത് ഹേഴ്ഷിനെ തന്നെയായിരുന്നു. ശേഷം ഹേഴ്ഷ് ആണെങ്കിൽ എലേന എന്ന് പറഞ്ഞ ഇവരുടെ വേറൊരു മെമ്പറെ വിളിച്ചതിന് ശേഷം പറയാണ്, അലക്സിനെ ഇതുവരെ ഏതെങ്കിലും ഒരു പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞത്. സോ അത് പറഞ്ഞ പ്രകാരം തന്നെ എലേന എന്ന് പറഞ്ഞ ലേഡി ആണെങ്കിൽ എന്തൊക്കെയോ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അലക്സിനെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല എന്ന ഇൻഫർമേഷൻ നമ്മളെ ഹേഴ്ഷിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഹേഴ്ഷ് ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നുണ്ട്. ശേഷം എന്തോ ഒരു മിനിസ്റ്റർ പോലത്തെ ഒരു പവറുള്ള ഒരു ലേഡി ആണെങ്കിൽ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ ശാന്തരാകൂ, ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീമിനെ, ഈ ഒരു ഹാപ്ന എന്ന് പറഞ്ഞ ഡിസീസിന്റെ ക്യൂർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ടീമിനെ തന്നെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. അത് കേട്ടതും ഓൾഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ സമാധാനമാവുന്നുണ്ട്. പിന്നെ ഹാപ്ന എന്ന് പറഞ്ഞ പെയിൻ കില്ലർ ഗവൺമെന്റ് ഇപ്പോൾ ബാൻ ആക്കിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഇനി അങ്ങോട്ട് ഹാപ്ന എന്ന് പറഞ്ഞ പെയിൻ കില്ലറാണ് ഈ കടയിൽ വിൽക്കാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മളെ അലക്സിനാണ് കാണിക്കുന്നത്. മച്ചനാണെങ്കിൽ പ്രിസൺ എസ്കേപ്പ് ആയിട്ട് നല്ല സില്ലായി നടക്കുകയാണ്. അപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട്, ഡേയ് നീ എന്താണ് ഈ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നത്? ഇത് ഇപ്പോഴത്തെ വല്ല ഫാഷനാണോ അതോ നീ ശരിക്കും ഒരു പ്രിസൺ എസ്കേപ്പർ ആണോ? അപ്പം നമ്മൾ അലക്സ് ആണെങ്കിൽ, അയ്യോ ഓഫീസർ, നിങ്ങൾ എന്നെ പിടിച്ചു, ഞാനിന്ന് രാവിലെ ജയിൽ ചാടിയതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അപ്പോഴത്തേനും എന്നെ പിടിച്ചു. അപ്പോൾ ഓഫീസർ പറയാണ്, അല്ലെങ്കിലും ഏത് ജയിൽ ചാടിയ പൊട്ടനാണ് കോസ്റ്റ്യൂം മാറ്റാതെ പബ്ലിക്കിലോട്ട് ഇറങ്ങുന്നത്? എന്തായാലും നീ ഒരു കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയാണ്. അപ്പോഴാണ് ആ ഓഫീസറിന് ഒരു കോൾ വരുന്നത്. ആ ഒരു കോളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്സൽ ഗിൽബർട്ടോ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ ജയിൽ ചാടി. സോ നിങ്ങൾക്ക് ആരെങ്കിലും കള്ളനാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓഫീസിൽ അറിയിക്കുക. അപ്പോഴാണ് ഓഫീസറിന് മനസ്സിലാവുന്നത് ഞാൻ കബളിക്കപ്പെട്ടു. എന്നിട്ട് നേരെ നമ്മൾ അലക്സിനെ പിടിക്കാൻ വേണ്ടി തിരിയുന്നു. ഇതേ സമയം നമ്മൾ അലക്സ് ആണെങ്കിൽ ഒരു ഡ്രസ് ഷോപ്പിൽ കയറി ശേഷം അവൻ അടുത്തുണ്ടായിരുന്ന ട്രെയിനിൽ കയറി രക്ഷപ്പെടുന്നു. അതിനുശേഷം ബേബിലോണിയ സിറ്റി എന്ന് പറയുന്ന ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹേഴ്ഷ് എന്ന് പറഞ്ഞ ലേഡി ഉണ്ടായിരുന്നു. ഹേഴ്ഷിന്റെ മുന്നിലിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒക്കെ ഒരു മാസ്റ്റർ ആണെന്നാണ്. സോ നമ്മളെ ഹേഴ്ഷ് ആണെങ്കിൽ ഒരു മാസ്റ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹാപ്നക്കുള്ള ക്യൂർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്തായി? അപ്പോൾ ആ ഒരു ഓഫീസർ പറയാണ്, അതൊന്നും എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ ഹേഴ്ഷ് പറയാണ്, ഇനി ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് ഡോക്ടർ സ്കിന്നറിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ലേ? അപ്പോൾ ആ ഒരു ഓഫീസർ പറയാണ്, അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കിയ ആ ഒരു പയ്യന്റെ കാര്യം എന്തായി? അപ്പോൾ നമ്മളെ ഹേഴ്ഷ് പറയാണ്, അവൻ രക്ഷപ്പെട്ടു, പക്ഷേ അവൻ എന്തായാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് അലക്സിനെ പറ്റി തന്നെയായിരുന്നു. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ അവനെ പോലെയുള്ള കുറച്ച് പയ്യന്മാർ മാത്രമാണ് നമ്മളുടെ ലാസ്റ്റ് പ്രതീക്ഷ. അതിനുശേഷം കാണിക്കുന്നത് നമ്മൾ അലക്സിനെയാണ്. അവനാണെങ്കിൽ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ടെക്നോളജി പ്രകാരം നമ്മുടെ അലക്സ് ഒരു ജയിൽ എക്സ്കേപ്പർ ആണെന്നും അവനെ പിടിക്കണം എന്ന തരത്തിലുള്ള കുറെ പിക്ചേഴ്സ് അവിടെ സൈഡിലുണ്ടായിരുന്ന കുറച്ച് സ്ക്രീനിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ അലക്സ് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ പറയാണ്, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിടിക്ക് എന്നും പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങുകയാണ്. അവൻ ഓടാൻ തുടങ്ങിയ പിന്നെ എന്തുണ്ടാവുമെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലോ. അവനാണെങ്കിൽ ലാസ്റ്റ് ഒരു ട്രെയിൻ പാളത്തിന്റെ വഴിയിലൂടെ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ എലേന എന്ന് പറഞ്ഞ ലേഡി ആണെങ്കിൽ അവനിപ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് റോഡിലോട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡഗ്ലസിനെയും പിന്നെ നമ്മളെ ക്രിസിനെയും പറഞ്ഞറിയിക്കുന്നുണ്ട്. സോ അവർ രണ്ടുപേരാണെങ്കിൽ എലേന അയച്ചു കൊടുത്ത നമ്മളെ അലക്സിന്റെ കറന്റ് ലൊക്കേഷനോട്ട് അവരുടെ രണ്ടുപേരുടെയും വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ അലക്സിനെ പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് എത്തുന്നുണ്ട്. ഇതേ സമയം നമ്മളെ അലക്സിനെ നോക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആരുമില്ല എന്ന രീതിയിൽ എത്തിയപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് സാധാ പോലെ നടക്കുകയാണ്. അപ്പോഴാണ് അവന്റെ മുന്നിലോട്ട് ക്രിസ് എന്ന് പറഞ്ഞ ലേഡി വരുന്നത്. നീ ആളൊരു സംഭവമാണല്ലോ, നീ എങ്ങനെയാണ് ഇങ്ങനത്തെ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നത്? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ താല്പര്യമില്ലാണ്ട് തന്നെ അവനോട് സെൽഫി എടുക്കുകയാണ് നമ്മളെ ക്രിസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ വാച്ചിന്റെ മേലെ നിന്ന് അവന് ഷോക്കേൽക്കുന്നു. സോ ഇത് നമ്മളെ ക്രിസിന്റെ ഒരു പ്ലാൻ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ഷോക്കേറ്റ് നമ്മൾ അലക്സ് ആണെങ്കിൽ അവിടെ മയങ്ങി വീഴുകയാണ്. പിന്നീട് അവൻ കണ്ണുറന്നപ്പോൾ അവൻ ഏതോ ഒരു സ്ഥലത്തായിരുന്നു, അവന് തന്നെ അറിയണ്ടായിരുന്നില്ല. കൂടാതെ അവന്റെ കൈമ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ഒന്നുകൂടി നോക്കിയപ്പോൾ ദൂരെ അവനെ പേടിച്ച ഒരു പെൺകുട്ടി അവിടെ ഇരിക്കണ്ടായിരുന്നു. ശരിക്കും അത് നമ്മളെ എലേനയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഡഗ്ലസും ക്രിസും
പിന്നെ ആ ഒരു പയ്യനൊക്കെ വരുന്നുണ്ട്. അവനാണെങ്കിൽ അവനോട് പറയാണ്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡഗ്ലസ് അവനോട് പറയുന്നുണ്ട്, അത് സ്വപ്നമൊന്നും ആയിരുന്നില്ല, നീ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തോളം കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ടിവിയിൽ ഹേർഷ് എന്ന് പറയുന്ന ആ ഒരു ലേഡി വരുന്നത്. നമ്മൾ അവസാനം വീണ്ടും കണ്ടുമുട്ടിയല്ലേ. പക്ഷെ നമ്മൾ അലക്സിനാണെങ്കിൽ ഒന്നും തന്നെ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. നിങ്ങളൊക്കെ ആരാ ശരിക്കും പറഞ്ഞാൽ? ഞാനിതിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അപ്പം നമ്മൾ ഹേർഷ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളാണ് ലാസറസ്, നീ ഇപ്പോൾ ഞങ്ങളിൽ ഒരുവരാണ്. ഇത് കേട്ട് നമ്മൾ അലക്സ് ആകെ ഞെട്ടാണ്. സോ അങ്ങനെ ഈ ഒരു സീനോട് കാണിച്ചിട്ടാണ് നമ്മളെ ലാസറസ് എന്ന് പറയുന്ന ഈ ഒരു ആനിമി സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്ന ആനിമി എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. സോ ഇനി 29 ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെല്ല് ഓൺ ആക്കി വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് 100 ആനിമി അല്ലാണ്ട് വേറെ ആനിമി സീരീസ് ചെയ്യുന്നത്. അത് കാരണം തന്നെ അതിൻ്റെതായ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ടു ബി ഹീറോ എക്സ് എന്ന് പറയുന്ന വേറൊരു ആനിമി കൂടി റിലീസ് ആയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി താഴ്ന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ബൈ.